സാങ്കേതികമായി എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്. ഇവിടെ കെ സി വേണുഗോപാൽ മത്സരിക്കാൻ നിന്നാൽ പരാജയപ്പെട്ടു പോകും എന്നുള്ളതാണ് ഭീഷണിപ്പെടുത്തൽ പറയുന്ന ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. ഈ ചർച്ചയിൽ തന്നെ പലരും പറഞ്ഞു കെ സി വേണുഗോപാൽ ആലപ്പുഴയിലെ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു പോയ ആളാണ്. മുഖ്യമന്ത്രിയായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ലോക്സഭാ സീറ്റ് നഷ്ടപ്പെട്ടു പോകും, അത് ശോഭാ സുരേന്ദ്രൻ കൊണ്ടുപോകും. അസംബന്ധമാണ്, അങ്ങനെ ഒരു വസ്തുതയില്ല. കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് 6 മാസത്തിനുള്ളിൽ നിയമസഭാംഗമായാൽ മതി. അങ്ങനെ നിയമസഭാംഗമായി 14 ദിവസത്തിനുള്ളിൽ ലോക്സഭാംഗത്വം രാജിവെച്ചാൽ മതി. എന്ന് വെച്ചാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയാവുന്ന കെ സി വേണുഗോപാലിന് അടുത്ത 6 മാസത്തേക്ക് നിയമസഭാംഗം ആകാതെയും തുടരാം, ലോക്സഭാംഗം എന്ന നിലയിലും തുടരാം. 60 ദിവസം 30 ദിവസം കൂടുന്ന സമയത്ത് ഒരു എക്സ്റ്റൻഷൻ വാങ്ങിച്ചാൽ മാത്രം മതി. നമ്മുടെ മുന്നിൽ ചരിത്രമുണ്ട്, അതും കൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം. ഹൈക്കമാൻഡ് കണക്കിലെടുത്തത് ഈ കള്ളപ്രചരണമാണ്. കേരളത്തിൽ അടുത്ത കാലത്ത് നടത്തിക്കൊണ്ടുന്ന ഏറ്റവും വലിയ കള്ളപ്രചരണമാണ്. കെ സി വേണുഗോപാൽ ഇതാ ലോക്സഭാ സീറ്റ് ശോഭാ സുരേന്ദ്രന് കൊടുക്കാൻ പോകുന്നു, BJP സീറ്റ് കൊടുക്കാൻ പോകുന്നു. BJP ഡീലാണെന്ന് വരെ ഈ പറയുന്ന ഒരു വിഭാഗം ആളുകൾ എംപിക്ക് മുഖ്യമന്ത്രിയെ വർക്ക് ചെയ്യാം. ചരിത്രമുണ്ട്. ഒഡീഷയിലെ ഗിരിധർ ഗമാങ്, പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും, 1999 ഗിരിധർ ഗമാങ്ങിനെ ഒഡീഷയിലെ മുഖ്യമന്ത്രിയായിട്ട് 1999 ഫെബ്രുവരിയിൽ തീരുമാനിക്കുന്നു. അന്ന് അദ്ദേഹം ആരാ? അദ്ദേഹം അന്ന് കോൺഗ്രസിന്റെ ലോക്സഭയിലെ MP, ഒഡീഷയിൽ നിന്നുള്ള ഗിരിധർ ഗമാങ്. എന്താ സംഭവിച്ചത്? 1999 ഏപ്രിൽ മാസം വാജ്പേയി സർക്കാർ 13 മാസത്തെ ഭരണത്തിന് ശേഷം അവിശ്വാസ പ്രമേയം നേരിടുന്നു. അവിശ്വാസ പ്രമേയം നേരിടുമ്പോൾ ഒരൊറ്റ വോട്ട്, ആരുടെ വോട്ടാ? ഈ പറയുന്ന ഗിരിധർ ഗമാങ്ങിന്റെ വോട്ട് 269ഉം 270ഉമായി മാറുന്നു. 13 മാസത്തെ ഭരണം അവസാനിപ്പിച്ച് വാജ്പേയിയെ പുറത്താക്കിയത് അന്ന് ഒഡീഷയുടെ മുഖ്യമന്ത്രിയായി 2 മാസം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഗിരിധർ ഗമാങ് ലോക്സഭയിൽ എത്തിക്കൊടുത്ത വോട്ട്. ദാറ്റ് ഈസ് വാലിഡ്. 6 മാസം വരെ, അതായത് നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട് 14 ദിവസം വരെ നിങ്ങൾക്ക് MP എന്ന നിലയിൽ തുടരാം. ഇതാണ് വസ്തുത. എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ കെ സി വേണുഗോപാൽ വന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്താൽ 6 മാസത്തിനുള്ളിൽ മാത്രം ആലപ്പുഴയിലോ ഇരിക്കൂറിലോ എവിടെയെന്ന് വെച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. അവിടെ ജയിക്കുമോ നോക്കുക എന്നുള്ളത് കെ സിയുടെ മിടുക്ക്. ഇനി തോക്കുക എന്ന് കരുതുക. കെ സി വേണുഗോപാൽ അവിടെ തോറ്റാൽ CM സ്ഥാനം രാജിവെക്കേണ്ടി വരും. പക്ഷേ പകരം അദ്ദേഹത്തിന് എവിടെ പോവാം? അദ്ദേഹത്തിന് ലോക്സഭ MP ആയി തുടരാം. ഇനി അതല്ല, ഇവിടെ വിജയിച്ചു കയറിയാലോ? വിജയിച്ചു കയറിയാൽ അടുത്ത 6 മാസത്തിനുള്ളിലേ ഇലക്ഷൻ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 1 വർഷമെടുക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ. ഈ ആലപ്പുഴ അദ്ദേഹം വിജയിച്ചു വരുന്ന സാഹചര്യത്തിൽ കള്ളപ്രചരണം കൊണ്ടാണ് ഈ പറയുന്ന എല്ലാ വാദങ്ങളും ഉയർത്തിയിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പൊളിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് എനിക്ക് 2 വാദങ്ങളേ ഉള്ളൂ. ഒന്ന്, ജനവികാരം അളക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ കരുത്തിലും ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുടെ ശബ്ദത്തിലുമാണ്. അതല്ലാതെ തെരുവിൽ കാണുന്ന ഫ്ലെക്സുകളുടെയും സ്പ്രേ പെയിൻറ്റുകളുടെയും രൂപത്തിലല്ല ജനവികാരത്തെ അളക്കുന്നത്. അങ്ങനൊരു മെഷീന് സാധുതയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.